അറിവില്ലായ്മ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ IELTS ടെസ്റ്റിൽ പ്രത്യേകിച്ച് റൈറ്റിംഗ് മോഡ്യൂളിൽ വരുത്താനിടയുള്ള തെറ്റുകളെ ബേസ് ചെയ്ത് കോമൺ മിസ്റ്റേക്സ് ഇൻ IELTS എന്ന പേരിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ ആദ്യ ഭാഗമായി ഈ വീഡിയോയിൽ ക്യാപിറ്റലൈസേഷൻ എറേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ജിജോ ജേക്കബ് തോമസ്, IELTS ട്രെയിനർ അറ്റ് മെഡ്സിറ്റി ഇൻ്റർനാഷണൽ അക്കാഡമി, തിരുവല്ല. സ്പെല്ലിംഗ് എറേഴ്സ് ബാൻഡ് സ്കോറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് ബാൻഡ് ഡിസ്ക്രിപ്റ്റർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റലൈസേഷൻ മിസ്റ്റേക്സ് സ്പെല്ലിംഗ് എറേഴ്സ് ആയിട്ടാണ് IELTS ടെസ്റ്റിൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എവിടെ ഉപയോഗിക്കണമെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് മോഡ്യൂൾസിൽ ക്യാപിറ്റലൈസേഷൻ മിസ്റ്റേക്സ് മൂലമുണ്ടാകുന്ന സ്പെല്ലിംഗ് എറേഴ്സ് വിൽ മേക്ക് അവർ ആൻസേഴ്സ് റോങ്. IELTS ടെസ്റ്റിൽ മാത്രമല്ല, ഇംഗ്ലീഷ് എഴുതേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ക്യാപിറ്റലൈസേഷൻ റൂൾസ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉറപ്പായും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം. First letter in a sentence. This is perhaps the easiest and the most straightforward of the capitalization rules, as there are no exceptions or other complications. If it's the first word of a sentence, capitalize it. അതായത് ഏതൊരു സെൻറ്റൻസിൻ്റെയും ആദ്യത്തെ വേർഡ് ഉറപ്പായിട്ടും ക്യാപിറ്റലൈസ് ചെയ്യണം. The pronoun I. The pronoun I is always capitalized no matter where it falls in a line. For example, I don't know what I am going to do. മറ്റ് പ്രോനൗണുകൾ, അതായത് യു, ദേ, ഹി, ഷീ മുതലായവ മറ്റേതൊരു വാക്കിനെയും പോലെ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ വാക്കാണെങ്കിൽ മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യുള്ളൂ. പ്രോപ്പർ നൗൺസ്. Most of the words we capitalize in English are what we call proper nouns. അതായത് a noun that identifies a single entity and is used to refer to that entity. Let's look into some examples for better understanding. Names of mountains or mountain regions, cities and countries, names of water bodies including rivers, lakes, seas, oceans, etc., names of buildings and monuments, street names, days, months and holidays, colleges, schools and universities, political divisions including continents, states, regions, etc., nationalities and languages. Now let's look into directions. Capitalization of directions could be considered as a special case. In fact, directions only need to be capitalized when they are proper nouns. Directions മിക്കവാറും ക്യാപിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതൊരു വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിൻ്റെ, അതായത് ഒരു പ്രോപ്പർ നൗണിൻ്റെ ഭാഗമായി എഴുതുന്നത് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, വി ഡ്രോവ് അക്രോസ് സൗത്ത് എന്നെഴുതുമ്പോൾ സൗത്തിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് അതൊരു രാജ്യത്തിൻ്റെ പാർട്ട് അല്ലെങ്കിൽ റീജിയൻ ആയതുകൊണ്ടാണ്. എന്നാൽ വി ഡ്രോവ് സൗത്ത് എന്നെഴുതുമ്പോൾ സൗത്തിനെ ക്യാപിറ്റലൈസ് ചെയ്യാത്തത് അത് ഡയറക്ഷനെ മാത്രം സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു ഉദാഹരണം, വി ട്രാവൽഡ് സൗത്ത് ടു നോർത്ത് മാഞ്ചസ്റ്റർ എന്നതിൽ ക്യാപിറ്റലൈസ് ചെയ്യാത്ത സൗത്ത് ഡയറക്ഷനും ക്യാപിറ്റലൈസ് ചെയ്ത നോർത്ത് പ്രോപ്പർ നൗണിൻ്റെ ഒരു ഭാഗവുമാണ്. അബ്രിവിയേഷൻസ് തീർച്ചയായും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതുക. ഫോർ എക്സാമ്പിൾ, CD, DVD, USA. Whereas the plurals, CDs or DVDs, where S denoting the plural is not a capital letter. Seasons like summer, winter, spring, etc. need not be capitalized generally. ഫുൾ സ്റ്റോപ്പിന് ശേഷം വരുന്ന ഫസ്റ്റ് വേർഡ് തീർച്ചയായും ക്യാപിറ്റലൈസ് ചെയ്യുക. എന്നാൽ കോമ, കോളൻ, സെമി കോളൻ എന്നിവയ്ക്ക് ശേഷം വരുന്ന ഫസ്റ്റ് വേർഡ് ജനറലി ക്യാപിറ്റലൈസ് ചെയ്യാറില്ല. IELTS ടെസ്റ്റിൽ ക്യാപിറ്റലൈസേഷൻ എറേഴ്സ് കംപ്ലീറ്റ് ആയി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മോഡ്യൂൾസ് ആണ് ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ്. ആസ് യു ഹാവ് an option to write your answers in capital letters in these two modules, there is no room for confusion. Simply transfer your answers to your answer sheet in capital letters. Hope this video was informative. Stay tuned for more videos on common mistakes in IELTS. Thank you.